മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായ ബ്രഹ്മയുഗം പുതുമയുള്ള ദൃശ്യാവിഷ്കാരമാണെന്ന് പ്രേക്ഷകർ പറയുന്നു. ഭൂതകാലം എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട രാഹുൽ സദാശിവനാണ് ബ്രഹ്മയുഗത്തിന്റെ സംവിധായകൻ. മമ്മൂട്ടിക്കു പുറമെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്നു. സിനിമയെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം പങ്കുവെക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. സിനിമ തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്നും മമ്മൂട്ടിയുടെ പ്രകടനം അഭിനന്ദനാർഹമാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. സിദ്ധാർത്ഥ് ഭരതന്റെയും അർജുൻ അശോകിന്റെയും പ്രകടനത്തെ ശാന്തിവിള ദിനേശ് അഭിനന്ദിച്ചു. തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ. അർജുൻ അശോകിന്റെ റോളിലേക്ക് ആസിഫ് അലിയെയായിരുന്നു ആദ്യം പരിഗണിച്ചത്. എന്നാൽ ആസിഫ് അലിയേക്കാൾ നല്ല രീതിയിൽ അർജുൻ അശോകൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു. മമ്മൂക്കയുടെ കൂടെ കാലാകാലങ്ങളായി ഒരു ഗ്യാങ് നടക്കും എർത്തുകളായി. അതിലെ ഒറ്റ ഒരുത്തനെയും കാസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എർത്തുകൾക്ക് കൂതറ സിനിമകളെ ശുപാർശ ചെയ്യാവൂ. ബ്രഹ്മയുഗത്തിലെ ക്യാരക്ടർ നിർണയം 100% കൃത്യതയോടെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വടയക്ഷിയുമായുള്ള കാമകേളി സിനിമയിലുമുണ്ട്. നടിമാരുടെ അത്രയധികം ഇടപഴകി അഭിനയിക്കുന്ന ആളല്ല മമ്മൂക്ക. മോഹൻലാലൊക്കെ ചെയ്യുന്നത് പോലെ മുട്ടിയിരുമ്മി അഭിനയിക്കാൻ തയ്യാറാകാത്ത നടനാണ്. തുടക്കം മുതലേ അങ്ങനെയാണ്. പക്ഷെ ഈ പടത്തിൽ ഒറ്റ മുണ്ട് മാത്രം ഉടുത്താണ് മമ്മൂട്ടി അഭിനയിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സുഹൃതം എന്ന സിനിമയിൽ മുറപ്പെണ്ണായ ശാന്തി കൃഷ്ണ ഡ്രസ്സ് മാറാൻ ഉടുപ്പെടുത്തു കൊടുക്കുന്ന സീനുണ്ട്. ഷൂട്ട് ചെയ്യുമ്പോൾ ശരീരം ക്യാമറയിലേക്ക് വരാതിരിക്കാൻ മമ്മൂക്ക കാണിച്ച അഭ്യാസമുണ്ട്. അദ്ദേഹം ഉടുപ്പിടുന്ന ഷോട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ നെഞ്ചൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ അത്രയും ബുദ്ധിപൂർവമാണ് അഭിനയിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളിലെ ക്യാരക്ടർ. പക്ഷെ ബ്രഹ്മയുഗത്തിൽ ഒരു മുണ്ട് മാത്രമുടുത്ത് ഭംഗിയായി മമ്മൂട്ടി അഭിനയിച്ചെന്ന് ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി. അദ്ദേഹം ആ ബോഡി എത്ര ശുദ്ധിയോടെ സൂക്ഷിക്കുന്നു എന്ന് ബ്രഹ്മയുഗം കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഒരു അഭിനേതാവിന്റെ മെറ്റീരിയൽ ശരീരമാണ്. ആ ശരീരത്തെ എത്ര പേർ ഇല്ലാതാക്കി കളയുന്നു. അകാലത്തിൽ എത്ര പേർ പോയി. ഈ അടുത്ത കാലത്ത് ഞാൻ ജോഷി സാറുടെ 1-2 പടങ്ങൾ കണ്ടപ്പോൾ പ്രധാന വേഷം ചെയ്യുന്ന ആൾക്ക് 10 മാസം ഗർഭിണിയായ പോലെ വയറാണ്. വെള്ളമടിച്ച് കവിൾ തൂങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊന്നും നായകന്മാർ ആകരുതെന്ന് ശാന്തിവിള ദിനേശ് അഭിപ്രായപ്പെട്ടു. മമ്മൂട്ടിയെ മുമ്പ് വിമർശിച്ചിട്ടുണ്ടെങ്കിലും നടൻ വർഷത്തിലൊരിക്കലെങ്കിലും ബ്രഹ്മയുഗം പോലുള്ള സിനിമകൾ ചെയ്യണമെന്നും ശാന്തിവിള ദിനേശ് അഭിപ്രായപ്പെട്ടു. നേരത്തെ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങിയ താരങ്ങളെയെല്ലാം വിമർശിച്ച് ശാന്തിവിള ദിനേശ് സംസാരിച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.